അപ്പോൾ നമ്മൾ ഇറഡ്യൂസിബിൾ എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്തിൽ നമ്മൾക്കറിയാം, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എന്നുള്ള ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവിടെ നമ്മളൊരു പോളിനോമിയൽ, ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ അല്ലേ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്, ഡിഗ്രി 2 ആയിട്ട് വരുന്ന പോളിനോമിയൽ. അപ്പോൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ x² - 2 ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ഇറഡ്യൂസിബിലിറ്റി എന്നുള്ള കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലേ. അപ്പം ഞാൻ ഒന്നും കൂടെ പറയാം. ആ ഡെഫിനേഷൻ എന്ന് പറയുന്നത്, ഒരു പോളിനോമിയൽ, ഒരു നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ സ്മോൾ ലെറ്റർ f(x) ബിലോങ്സ് ടു ക്യാപിറ്റൽ ലെറ്റർ f(x) അല്ലെങ്കിൽ ഒരു r(x) അല്ലേ, റിംഗ് ഓഫ് പോളിനോമിയൽസ്. ഒരു നോൺ കോൺസ്റ്റന്റ് പോളിനോമിയലാണ് സ്മോൾ ലെറ്റർ f(x) എന്ന് പറയുന്നത്. ഇത് ഇറഡ്യൂസിബിൾ ഞാനിപ്പോൾ എഴുതാൻ കാര്യം റെഡ്യൂസിബിൾ ആണോ ഇറഡ്യൂസിബിൾ ആണോ പറയുന്നത് എന്നുള്ളത് നമുക്കൊരു കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ ഇറഡ്യൂസിബിൾ ഓവർ ആറ് ഇഫ് ഇറ്റ് cannot be expressed as the product of two non-constant polynomials of lower degree than f(x) in r(x). അതാണ് നമ്മളവിടെ ഇതിലൂടെ പറഞ്ഞത്. എന്താ പറഞ്ഞത്? f(x) is a non-constant polynomial in the ring of polynomials r(x). f(x) is irreducible over r. അത് വളരെ സ്പെസിഫിക് ആവണം. over r if it cannot be expressed as the product of two non-constant polynomials of lower degree than f(x) in capital letter r(x). അതാണ് x² - 2 നമുക്ക് x - √2 x + √2 ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുക. പക്ഷെ x - √2 എന്ന് പറയുന്നത് ഇവിടുത്തെ പോളിനോമിയലാണ്, നമുക്കറിയാം അല്ലേ. നമ്മൾ x² - 2 q(x) പോളിനോമിയൽ ആയിട്ടാണ് കൺസിഡർ ചെയ്തത് അല്ലേ. q(x) പോളിനോമിയൽ x² - 2 q(x) r(x) വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ x² - 2 c(x) വേണമെങ്കിൽ ആവാം. x² - 2 is r എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ x² - 2 is ഇറഡ്യൂസിബിൾ ഓവർ q. അതിൻ്റെ ഫാക്ടറൈസേഷൻ നമ്മൾ കണ്ടതാണ്. x² - 2 is റെഡ്യൂസിബിൾ ഓവർ r. ആറിനെക്കാട്ടിലും വലിയ, ആറിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഫീൽഡാണ് സി. x² - 2 is reducible over r, so it is also reducible over c since r is contained in c. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ കേസിൽ നമുക്ക് വേഗം ചെയ്യാൻ പറ്റും അല്ലേ. ഇനി ഹയർ ഡിഗ്രി പോളിനോമിയൽസ് വരുമ്പോൾ അവിടെ ഇറഡ്യൂസിബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. കിട്ടിയോ? അപ്പം ഞാൻ ആദ്യം ഈ ക്വാഡ്രാറ്റിക് ആൻഡ് ക്യൂബിക് പോളിനോമിയലിൻ്റെ കേസ് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിനുശേഷം ഹയർ ഡിഗ്രി പോളിനോമിയൽസിൻ്റെ ഇറഡ്യൂസിബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള ഐൻസ്റ്റീൻ ക്രൈറ്റീരിയൻ പോലെയുള്ള ക്രൈറ്റീരിയൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഫസ്റ്റ് വി ഡിസ്കസ് അബൌട്ട് ദി ഇറഡ്യൂസിബിലിറ്റി ഓഫ് quadratic or cubic polynomials. Okay, so you just suppose f(x) as a polynomial in capital letter f(x). ഇവിടെ capital letter f എന്ന് പറയുന്നത് ഫീൽഡിനെ സൂചിപ്പിക്കുന്നു, ഫീൽഡ്. സോ സ്മോൾ ലെറ്റർ f(x) is a non-constant polynomial in capital letter f(x), where capital letter f is a field. Also suppose it is either a quadratic polynomial or a cubic polynomial. What is meant by cubic polynomial? A polynomial of degree 3. So you just consider a quadratic or cubic polynomial in capital letter f(x). Specific ആയിട്ട് പറയുന്നു, you just consider a quadratic or cubic polynomial. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അല്ലെങ്കിൽ തേർഡ് ഡിഗ്രി പോളിനോമിയലിന് മാത്രമേ ഞാൻ ഈ പറയാൻ പോകുന്ന ഐഡിയ യൂസ് ചെയ്യാൻ കഴിയൂ, ഇറഡ്യൂസിബിലിറ്റി ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഐഡിയ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടല്ലോ. അപ്പോൾ f(x) is a quadratic or cubic polynomial in capital letter f(x). കിട്ടിയോ? Then f(x) is
f of x is reducible. Reducible over f if and only if, necessary and sufficient condition. If and only if it has a 0 in f. So a quadratic or cubic polynomial in capital letter f of x is reducible over that field if and only if it has a 0 in f. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു റിസൾട്ടാണ് ഇത്. എന്ത് ചെയ്യാം? ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം. ആദ്യം ഒരു ഭാഗം സപ്പോസ് ചെയ്യണം അല്ലേ? ആദ്യം എന്ത് സപ്പോസ് ചെയ്യുന്നു? സപ്പോസ് സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് ഹാസ് എ 0 in capital letter f. Okay, f of x has a 0 in capital letter f. അപ്പോൾ നമ്മൾ ആ 0 ഉണ്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ ആ 0 സപ്പോസ് ലെറ്റ് ഇറ്റ് ബി സ്മോൾ ലെറ്റർ എ belongs to f is a 0 of small letter f of x in capital letter f. So by fact, since this a is a 0 of small letter f of x, we can say that by factor theorem we can say that x minus a is a 0 of f of x means x minus a. This implies x minus a is a factor of small letter f of x. Okay, so this, since this is a factor of f of x, you can write your f of x as f of x is equal to x minus a into some g of x. Okay, this g of x is from your ring of polynomials capital letter f of x. Okay, so small letter f of x, you can write it as the product of g of x and x minus a. What about this g of x? The degree of this g of x is less than degree of f of x. So what is happening here? What is happening here? Small letter f of x is equal to x minus a into g of x. Your f of x is either of quadratic or cubic. Okay, this is either a second degree polynomial or a third degree polynomial. Okay, so if you take your f of x as a second degree polynomial, then from this we get that f of x is equal to a linear factor into g of x. So what? F of x is reducible in that case. Reducible. If it is a cubic polynomial, a linear factor into a quadratic polynomial. So anyway, your f of x is reducible over f. So if it has a 0 in f, it is very clearly we can see that it is reducible over f. What about the converse part? Converse part is what? Suppose f of x is reducible over f. Then what we need to show? You have to show that it has a 0 in f. Yes. So since it is reducible over f, you can write this as f of x into f of x is equal to some g of x into h of x, where this g of x and h of x are polynomials in capital letter f of x. Okay, so this is reducible means this can be expressed as the product of two non-constant polynomial of. By the definition of irreducibility, we can say that f of x can be expressed as the product of two non-constant polynomials of lower degree than small letter f of x in capital letter f of x. By the definition of reducibility, we can say like this. Okay, so f of x is equal to g of x into h of x. You know that your f of x is either a quadratic or cubic polynomial.
Okay, so if it is a quadratic polynomial, then these two factors are linear factors. Okay, so it must be of the form some, you can write this as some x minus a into some x minus okay, something linear factors. Okay, so clearly from this we can say that it has a 0 in cap letter f. Since it has a linear factor in cap letter f of x, clearly it has a 0 in cap letter f. Okay, what about the case of a cubic polynomial, third degree polynomial? If f of x is a third degree polynomial, this will imply reducible over f will imply തേർഡ് ഡിഗ്രി പോളിനോമിയലിൽ എങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുക? 3 സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെയും ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെയും പ്രോഡക്റ്റ് ആക്കിയിട്ടല്ലേ എഴുതാൻ പറ്റുള്ളൂ. അതിനെക്കാട്ടിലും കുറവ് ഡിഗ്രി വരുന്ന നോൺ കോൺസ്റ്റന്റ് പോളിനോമിയലിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് എക്സ് റെഡ്യൂസിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റെഡ്യൂസിബിൾ അല്ലേ? റെഡ്യൂസിബിൾ ആണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അതിനേക്കാട്ടിലും കുറവ് ഡിഗ്രി വരുന്ന രണ്ട് നോൺ കോൺസ്റ്റന്റ് പോളിനോമിയലുകളുടെ പ്രോഡക്റ്റ് ആക്കിയിട്ട് എഴുതാം. ഈ നോൺ കോൺസ്റ്റന്റ് എന്നൊക്കെ പറയുമ്പോൾ വളരെ കെയർഫുൾ ആവണം കേട്ടോ, അല്ലാണ്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. അതിനേക്കാട്ടിലും കുറവ് ഡിഗ്രി വരുന്ന രണ്ട് നോൺ കോൺസ്റ്റന്റ് പോളിനോമിയലുകളുടെ പ്രോഡക്റ്റ് ആക്കിയിട്ട് എഫ് ഓഫ് എക്സിൽ അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നു. അതിനേക്കാട്ടിലും കുറവ് ഡിഗ്രി വരുന്ന നോൺ കോൺസ്റ്റന്റ് പോളിനോമിയലിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ആ രണ്ട് പോളിനോമിയലിന്റെ ഡിഗ്രി എന്തായിരിക്കും? ആ പ്രോഡക്റ്റിനകത്ത് വരുന്ന രണ്ട് പോളിനോമിയലിന്റെ ഡിഗ്രിക്കുള്ള പോസിബിലിറ്റി എന്താ? ഒന്നുമില്ലെങ്കിൽ ഒരാളുടെ 2 മറ്റേയാളുടെ 1, അല്ലെങ്കിൽ ആദ്യത്തെ ആളുടെ 1 മറ്റേയാളുടെ 2. എനിവേ ഇറ്റ് ഹാസ് എ ലീനിയർ ഫാക്ടർ ഇൻ cap letter f of x. So clearly it has a 0 in cap letter f. So it is a necessary and sufficient condition for checking the reducibility of a quadratic or a cubic polynomial. This result you can apply only to quadratic or cubic polynomial. സെക്കൻഡ് ഡിഗ്രി ഓർ തേർഡ് ഡിഗ്രി പോളിനോമിയലിന് മാത്രമേ ഈ റിസൾട്ട് അപ്ലിക്കബിൾ ആവുള്ളൂ. അതെന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ ഈ പ്രൂഫ് നോക്കിയപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ എഴുതാം അല്ലേ? അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രോബ്ലം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. എക്സ് ക്യൂബ് ഏത് വേണമെങ്കിൽ നോക്കാം. 3x + 2 x³ + 3x + 2 അല്ലേ? ബിലോങ്സ് ടു ക്യൂ ഓഫ് എക്സ്. ക്യൂ ഒരു ഫീൽഡാണ്, ഇതൊരു ക്യൂബിക് പോളിനോമിയലാണ്. സോ this is a cubic polynomial in Q of x. So to check whether it is reducible or irreducible over Q, you can use our previous result, this result you can apply. Okay, x³ + 3x + 2. അപ്പോൾ എന്താ പറയാൻ പറ്റുക നിങ്ങൾക്ക്? ഓവർ ക്യൂ ഇത് റെഡ്യൂസിബിൾ ആണോ ഇറഡ്യൂസിബിൾ ആണോ? റെഡ്യൂസിബിൾ ആവണമെങ്കിൽ എന്ത് വേണം? റെഡ്യൂസിബിൾ ആണെങ്കിൽ ഇവിടെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് പറയുന്നുണ്ട്. ഇഫ് ഇറ്റ് ഈസ് റെഡ്യൂസിബിൾ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് ഹാസ് എ 0 in ക്യൂ അല്ലേ? ഇറ്റ് ഹാസ് എ 0 in ക്യൂ. അപ്പൊ ഇതിന് ഓവർ ക്യൂയില് സീറോസ് ഉണ്ടോ? ഇതിന് ക്യൂവില് ഏതാണ് ഇതിന്റെ 0 ആയിട്ട് ക്യൂവില് വരിക? ഇതിന്റെ സീറോസ് ആരൊക്കെയാ വരിക? ഇതിന്റെ സീറോസ് എന്ന് പറയുന്നത് ഇപ്പൊ നോക്കൂ, f(0) ഇതിപ്പോ f of x ആണെങ്കിൽ f of x is equal to this ആണെങ്കിൽ ഇതിന് ക്യൂവിൽ 0 ഉണ്ടോ നോക്കിയാൽ മതി. സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സിൽ 0 ഉണ്ടോ നോക്കണം. അതിന് ഞാനൊരു മെത്തേഡ് പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിന് നമുക്ക് ക്യൂ ഓഫ് എക്സിൽ ഇറഡ്യൂസിബിൾ ആണോ റെഡ്യൂസിബിൾ ആണോ എന്ന് നോക്കണമെങ്കിൽ
എക്സ് ക്യൂബ് പ്ലസ് 3x പ്ലസ് 2 അല്ലേ? അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് നേരത്തെ പ്രൂവ് ചെയ്തിട്ടുള്ള റിസൾട്ട് വെച്ചിട്ട് നോക്കണമെങ്കിൽ ഇറ്റ് ഹാസ് എ 0 ഇൻ ക്യൂ എന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റെഡ്യൂസിബിൾ ആവും. 0 കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇറെഡ്യൂസിബിൾ ആവും. ഓക്കെ, അപ്പം ഞാനൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 0 ഉണ്ടെങ്കിൽ, അതായത് ഈ പോളിനോമിയലിന് ക്യൂവിൽ 0 ഉണ്ടെങ്കിൽ that 0 must be a divisor for the constant term. ഇപ്പോൾ എ എന്ന് പറയുന്നത് belongs to Q is a 0 of f of x ആണെങ്കിൽ that a must divide your constant term. Your constant term is 2. A divides 2. സോ നമുക്ക് കുറച്ചും കൂടി ഈസി ആയി കാര്യങ്ങൾ. 2ൻ്റെ ഡിവൈസേഴ്സ് നോക്കിയാൽ മതി അല്ലേ? 2ൻ്റെ ഡിവൈസേഴ്സ് ആരൊക്കെയാ? 2ൻ്റെ ഡിവൈസേഴ്സ് ആരൊക്കെയാണ്? പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 2 അല്ലേ? അപ്പോൾ നോക്കൂ, ഞാൻ എന്താ ഞാൻ പറഞ്ഞ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം. ഇത് reducible over Q. This is a cubic polynomial. So to check whether it is irreducible or reducible over Q, you can use your previous result that we already proved. Okay, so by using that result, you can show that it is reducible or irreducible. Okay, so what about that result? That result says that this polynomial is reducible over Q if and only if it has a 0 in Q. അപ്പോൾ ആ 0 ഈ ക്യൂവിൽ 0 ഇതിന് 0 ഉണ്ടോ എന്ന് കണ്ടെത്താൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ഫൈനൈറ്റ് ഫീൽഡൊക്കെ തന്നു കഴിഞ്ഞാൽ അല്ലേ, അതിൽ എലമെന്റ്സ് ഇട്ട് കൊടുത്ത് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ക്യൂ ഒരു ഇൻഫൈനൈറ്റ് ഫീൽഡാണ് അല്ലേ? അപ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതിന് ഈ ഫീൽഡിൽ 0 ഉണ്ടെങ്കിൽ, അതാണ് സപ്പോസ് എ ബിലോങ്സ് ടു ക്യൂ ഇസ് എ 0 ഓഫ് എഫ് ഓഫ് എക്സ്, ദെൻ ദാറ്റ് എ മസ്റ്റ് ഡിവൈഡ് 2. അത് ഞാൻ എന്താണെന്നുള്ളത് ഇപ്പോൾ പ്രൂവ് ചെയ്ത് തരാം കേട്ടോ. അത് ഡിവൈഡ് ചെയ്യോ ഇല്ലേ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിനല്ല, ജനറലായിട്ടൊരു റിസൾട്ട് പ്രൂവ് ചെയ്ത് തരാം. അപ്പോൾ എ ബിലോങ്സ് ടു ക്യൂ, അത് നിങ്ങൾക്ക് ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. എ ബിലോങ്സ് ടു ക്യൂ ഇസ് എ 0 ഓഫ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ദാറ്റ് എ മസ്റ്റ് ഡിവൈഡ് 2. So here the divisors of the constant term is plus or minus 1 and plus or minus 2. So what about f of 1 not equal to 0? F of minus 1 എന്താ വരിക നോക്കൂ, -1 കൊടുത്ത് നോക്ക്, -1 -3 also not equal to 0. F of 2 കൊടുത്ത് നോക്കൂ, 8 6 not equal to 0 അല്ലേ? what about f of minus 2? f of minus 2 -8 minus plus അല്ലേ? This is also not equal to 0. So it has no zeros in Q. Okay. So by your previous result, you can conclude that x cube plus 3x plus 2 is irreducible over Q. Irreducible over Q. Is it clear? So, അപ്പം ഞാനിവിടെ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നോക്കൂ, നമ്മളൊരു പോളിനോമിയൽ, ഞാനൊരു nth ഡിഗ്രി a0 പ്ലസ് a1x പ്ലസ് എക്സെട്ര പ്ലസ് an x raised to an x raised to n ബിലോങ്സ് ടു ഒരു ഇൻറ്റിജർ കോഎഫിഷ്യൻസ് വരുന്നൊരു പോളിനോമിയലാണെന്ന് വിചാരിക്കുക, ഇവിടെ വന്നിട്ടുള്ള പോലെ. കിട്ടിയോ? a0 നോട്ട് ഈക്വൽ ടു 0 എന്ന് വിചാരിക്കുക. കിട്ടിയോ? അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്? എഫ് ഓഫ് എക്സ് ഇസ് എ പോളിനോമിയൽ ഇൻ ക്യാപിറ്റൽ ലെറ്റർ എഫ് ഓഫ് എക്സ്, ക്യാപിറ്റൽ ലെറ്റർ സെഡ് ഓഫ് എക്സ്. a0 കോൺസ്റ്റന്റ് ടേം എന്ന് പറയുന്നത് നോൺ സീറോ കോൺസ്റ്റന്റ് ടേം ആണ്.
അപ്പം ഞാനിപ്പോൾ പറഞ്ഞതിനുള്ള ക്ലാരിഫിക്കേഷൻ വേണമല്ലോ, അത് നിങ്ങൾക്ക് ഓൾറെഡി വരുന്നൊരു കാര്യം കൂടെയാണ്. അപ്പോൾ ഇതിന് ഒരു സീറോ, ഈ ഒരു പോളിനോമിയലിന്, ഇത് സെഡ് ഓഫ് എക്സിലൊരു പോളിനോമിയലാണ്. അപ്പോൾ ദിസ് സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് ഹാസ് എ സീറോ ഇൻ ഇസെഡ് if and only if it has a zero in Q, and that zero must be a divisor of the constant term. അതാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ വായിക്കാം. എഫ് ഓഫ് എക്സ് ഈസ് എ പോളിനോമിയൽ ഇൻ ക്യാപിറ്റൽ ലെറ്റർ ഇസഡ് ഓഫ് എക്സ് വിത്ത് നോൺ സീറോ കോൺസ്റ്റന്റ് ടേം. കിട്ടിയോ? ഇനി എഫ് ഓഫ് എക്സ് ഹാസ് എ സീറോ ഇൻ ക്യൂ. എഫ് ഓഫ് എക്സിന്, ഈ എഫ് ഓഫ് എക്സിന് ക്യൂയിൽ ഒരു സീറോ ഉണ്ടെങ്കിൽ then it has a zero in z also, and that zero must be a divisor of a naught constant. If it has a zero in the set of rational numbers, then it has a zero in the set of integers. അപ്പോൾ ഒരു റാഷണൽ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു ഇൻറ്റിജർ സൊല്യൂഷനും ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഒരു നോൺ കോൺസ്റ്റന്റ് ഒരു നോൺ സീറോ കോൺസ്റ്റന്റ് ടേം വരുന്ന ഒരു പോളിനോമിയൽ, ഇൻറ്റിജർ കോഎഫിഷ്യൻസ് വരുന്ന നോൺ സീറോ കോൺസ്റ്റന്റ് ടേം വരുന്ന ഒരു പോളിനോമിയലിന് ഒരു റാഷണൽ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ, ക്യൂവിൽ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ, then it has an integer solution എന്നാണ് പറയുന്നത്. And that root എന്ന് പറയുന്നത് is a divisor of the constant term. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഐഡിയക്കുള്ള ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ഇപ്പോൾ ഇതിലോട്ട് പോവുകയാണെങ്കിൽ, നമ്പർ തിയറിയിലോട്ടൊക്കെ പോകുമ്പോൾ നിങ്ങളത് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കേട്ടോ. ഈ ഡയഫൻറ്റൈൻ ഇക്വേഷൻസ് നമുക്കത് ആവശ്യമില്ല. ഡയഫൻറ്റൈൻ ഇക്വേഷൻസ് നോക്കുന്ന സമയത്തിൽ റാഷണൽ സൊല്യൂഷൻസ് ഉണ്ടെങ്കിലും പക്ഷെ അവിടെ ഇൻറ്റിജർ കോഎഫിഷ്യൻ, അത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ വേണമെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങളല്ല, എന്നാലും നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ പറയുന്ന ഇൻറ്റിജർ കോഎഫിഷ്യൻസ് വരുന്ന പോളിനോമിയലിന് റാഷണൽ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഇൻറ്റിജർ സൊല്യൂഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അത് എക്സ് പ്ലസ് ബി ടു വേരിയബിൾസ് വരുന്ന കേസിൽ എക്സ് പ്ലസ് ബി വൈ ഇസ് ഈക്വൽ ടു ഡി എന്നൊക്കെ വരുന്ന കേസിൽ റാഷണൽ സൊല്യൂഷൻ ഉണ്ടെങ്കിലും ഇൻറ്റിജർ സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ, ഇൻഫിനിറ്റ്ലി മെനി റാഷണൽ സൊല്യൂഷൻസ് ഉണ്ടെങ്കിലും ഇൻറ്റിജേഴ്സ്, അപ്പം നിങ്ങളത് നോക്കണം കേട്ടോ. ഇവിടെ ഒരു ഇൻഡിറ്റർമിനേറ്റേ വന്നിട്ടുള്ളൂ, ഒരു ഇൻഡിറ്റർമിനേറ്റ് ആണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ കേസിൽ ഇതെല്ലാം ട്രൂ ആണ്. പക്ഷെ നമ്മൾ ഹയർ ഇതിലോട്ട് പോകുന്ന സമയത്തിൽ അത് ചിലപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല നിങ്ങളപ്പോൾ ഈ മനസ്സിലിങ്ങനെ സ്റ്റാമ്പ്ഡ് ആവണ്ടെന്ന് പറയണം ഞാൻ. എല്ലായ്പ്പോഴും റാഷണൽ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ക്ലിയർലി ഇറ്റ് ഹാസ് ആൻ ഇൻറ്റിജർ സൊല്യൂഷൻ എന്ന ഈ കേസിൽ ഓക്കെ, ഈ പറയുന്ന കേസിൽ ഓക്കെ, ഇൻറ്റിജർ കോഎഫിഷ്യൻ്റ് ഒരു ഇൻഡിറ്റർമിനേറ്റ് അതിലൊക്കെ ഓക്കെ. പക്ഷെ ഇങ്ങനെ വരുന്ന കേസുകളിൽ വേറൊരു കണ്ടീഷൻ കൂടെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരും കേട്ടോ. അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഡയഫൻറ്റൈൻ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസിൻ്റെ ഇൻറ്റിജർ സൊല്യൂഷൻസ്, റാഷണൽ സൊല്യൂഷൻസ്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. പക്ഷേ ഇവിടെ ഒന്നും നിങ്ങൾക്കത് വരുന്ന കാര്യമേ അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇതാണ് പറയുന്നത്, ഒരു ഇൻറ്റിജർ കോഎഫിഷ്യൻസ് വരുന്ന ഒരു പോളിനോമിയൽ വിത്ത് നോൺ സീറോ കോൺസ്റ്റന്റ് ടേമിന് ഒരു റാഷണൽ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ക്ലിയർലി ഇറ്റ് ഹാസ് ആൻ ഇൻറ്റിജർ സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ പ്രൂവ് ചെയ്യും? അപ്പോൾ ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യം ഒരു റിസൾട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിനെ നമുക്ക് ഇപ്പോൾ എമ്മും എന്നും വേണ്ട, M1 M2 ഡിഗ്രി വരുന്ന രണ്ട് പോളിനോമിയലുകളുടെ പ്രോഡക്റ്റ് ആക്കിയിട്ട്, M1 M2 എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഈ M1ഉം M2ഉം ഡിഗ്രി വരുന്ന രണ്ട് പോളിനോമിയലുകളുടെ പ്രോഡക്റ്റ് ആക്കിയിട്ട് ക്യൂ ഓഫ് എക്സിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇതേ ഡിഗ്രി എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, M1ഉം M2 ഡിഗ്രി വരുന്ന രണ്ട് പോളിനോമിയലുകളുടെ പ്രോഡക്റ്റ് ആക്കിയിട്ട് അതിനെ
ഇസഡ് ഓഫ് എക്സിലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. കിട്ടിയോ? അതൊക്കെ ഇവിടെയാണ് ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കേട്ടോ. ഈ കേസിൽ ഇങ്ങോട്ടൊക്കെ ചിന്തിക്കുമ്പോൾ അതെല്ലാം മാറും. നമ്മളിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്ലെയിനൊക്കെ അഫൈൻ പ്ലെയിന്, അങ്ങനെ മറ്റേ ഇതൊക്കെ അഫൈൻ പ്ലെയിന്, പിന്നെ നമ്മൾ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അതിനെന്താ എക്സ്റ്റെൻഡ് ചെയ്ത് സെഡും കൂടെ വരുത്തുന്ന സമയത്തിൽ അതിനെ ഹയർ ഇതിലോട്ട് പോകും. അപ്പോഴൊക്കെ അതൊക്കെ വ്യത്യാസം വരും. അതൊന്നും നോക്കണ്ട നിങ്ങൾ. ഇപ്പം ഈ കേസിൽ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇതിന് ഞാൻ പറയുന്നത്, ഇതിന് ക്യൂ ഓഫ് എക്സിൽ M1ഉം M2ഉം ഡിഗ്രി വരുന്ന, ഡിഗ്രിയാണ് M1 M2 ഡിഗ്രി വരുന്ന രണ്ട് പോളിനോമിയലിന്റെ പ്രോഡക്റ്റ് ആക്കിയിട്ട് ക്യൂ ഓഫ് എക്സിൽ എഴുതാമെങ്കിൽ ഇതേ ഡിഗ്രിയിൽ അതിനെ സെഡ് ഓഫ് എക്സിലും എഴുതാൻ പറ്റും പോളിനോമിയലിന്റെ പ്രോഡക്റ്റ് ആയിട്ട്. അതേ പോളിനോമിയൽ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടാ. ഇവിടെ സം എഫ് ഓഫ് എക്സ് എടുത്തുകൊണ്ട് F1 ഓഫ് എക്സ് ഇൻറ്റു F2 ഓഫ് എക്സ് എന്നാണ് ഇതിനെ എഴുതുന്നത്. F1ന്റെ M1ഉം F2ന്റെ ഡിഗ്രി M2 ആണെന്ന് വെച്ചാൽ ഇതേ പോളിനോമിയൽ തന്നെ ഇവിടെ വരണം എന്ന് ഒരു നിർബന്ധമില്ല. സം G1 ഓഫ് എക്സ് ഇൻറ്റു G2 ഓഫ് എക്സ്, G2ൻ്റെയും ഡിഗ്രി ഒന്നുമില്ല G1ന്റെ ഡിഗ്രി M1 ആയിരിക്കും, അല്ലെങ്കിൽ G2ന്റെ ഡിഗ്രി M1 ആയിരിക്കും, G1ന്റെ ഡിഗ്രി M2 ആയിരിക്കും. അങ്ങനെ ഡിഗ്രി മാത്രമേ പറയുന്നുള്ളൂ കേട്ടല്ലോ. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ എങ്ങനെ പറയാൻ പറ്റും? അപ്പം നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഈ പോളിനോമിയലിന് ദിസ് പോളിനോമിയൽ ഹാസ് എ 0 in Q. ഒരു റാഷണൽ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു ഇൻറ്റിജർ സൊല്യൂഷൻ ഉണ്ടെന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇതിന് ഒരു റാഷണൽ സൊല്യൂഷൻ ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. കിട്ടിയോ? എഫ് ഓഫ് എക്സ് ഹാസ് എ 0 in Q അല്ലേ? അപ്പോൾ എഫ് ഓഫ് എക്സിന് ക്യൂവിലൊരു 0 ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു റാഷണൽ സൊല്യൂഷൻ ഇത്. അപ്പോൾ സ്മോൾ ലെറ്റർ എ ബിലോങ്സ് ടു ക്യൂ എന്ന് പറയുന്ന ഈസ് എ 0 ഓഫ് സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് മൈനസ് എ എന്ന് പറയുന്നതിൻ്റെ ഫാക്ടർ എന്ന് പറയാൻ പറ്റും ഇൻ ക്യൂ ഓഫ് എക്സിൽ. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലീനിയർ ഫാക്ടർ ഇൻറ്റു ഒരു പോളിനോമിയൽ ആയിട്ട് ക്യൂ ഓഫ് എക്സിൽ എഴുതാം. അപ്പോൾ ഇതേ ഡിഗ്രി വരുന്ന പോളിനോമിയലുകളായിട്ട് എവിടെ എഴുതാം? സെഡ് ഓഫ് എക്സിലും എഴുതാം. അപ്പോൾ ഇതിന് ഒരു ലീനിയർ ഫാക്ടർ, അത് ഇത് തന്നെ ആവണമെന്നില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു ലീനിയർ ഫാക്ടർ എക്സ് മൈനസ് എം ബിലോങ്സ് ടു ഇസഡ് ആൻഡ് ബാക്കി എന്താ വരിക? ഇപ്പോൾ പോളിനോമിയൽ നിങ്ങളുടെ ഇതല്ലേ, A0 പ്ലസ് A1x പ്ലസ് എക്സെട്ര പ്ലസ് AN x റേസ് ടു n അല്ലേ? അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എക്സ് മൈനസ് എം ഇൻറ്റു സം, ബാക്കി എങ്ങനെ വരിക? അപ്പോൾ ആദ്യത്തെ A0, അപ്പോൾ എന്താ വരിക? എക്സ് റേസ് ടു n മൈനസ് 1 വരുന്നു. പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ എക്സ് റേസ് മോണിക് പോളിനോമിയൽ ആവണം കേട്ടോ. കണ്ടോ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത് കണ്ടോ? മോണിക് പോളിനോമിയൽ ആവണം കേട്ടോ. മോണിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താ? ഹയർ ഡിഗ്രി അപ്പോൾ മോണിക് ആയിരിക്കണം കേട്ടോ. അവിടെ ഞാനിങ്ങനെ എഴുതാൻ വരുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് വിട്ടുപോയി. ജനറലായിട്ട് അങ്ങനെ മോണിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താ? ഹയസ്റ്റ് ഡിഗ്രി ടേമിൻ്റെ കോഎഫിഷ്യൻറ്റ് എന്തായിരിക്കണം? 1 ആയിരിക്കണം. അപ്പോൾ എക്സ് മൈനസ്, അപ്പോൾ മോണിക് ആവണം എന്നുള്ളത് ശ്രദ്ധിക്കണേ കേട്ടല്ലോ. അപ്പോൾ എക്സ് മൈനസ് എം ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 അല്ലേ? അപ്പോൾ എന്തായി? ഇത് കിട്ടി, എക്സ് റേസ് ടു n കിട്ടി. ഇനി എന്താ വേണ്ട? പ്ലസ് എക്സെട്ര എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ലാസ്റ്റ് കോൺസ്റ്റൻറ്റ് ടേം ഇവിടെ മൈനസ് വന്നു അല്ലേ? അപ്പം മൈനസ് A0/m. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് എം ഇൻറ്റു മൈനസ് A0 കട്ട് ചെയ്തു A0 അല്ലേ? ശരിയല്ലേ? അപ്പോൾ എന്ത് വന്നു? ദിസ് ഇസ് എ ഫാക്ടറൈസേഷൻ ഫോർ ദിസ് പോളിനോമിയൽ ഇൻ ഇസഡ് ഓഫ് എക്സ്. ഇസഡ് ഓഫ് എക്സിലെ ഫാക്ടറൈസേഷൻ ആണ് ഇതെങ്കിൽ ഇതൊരു ഇൻറ്റിജർ ആണ്. ഈ കോഎഫിഷ്യൻസ് എല്ലാം ഇൻറ്റിജർ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതെന്താ? മൈനസ് A0/m ഒരു ഇൻറ്റിജർ ആണ്. മൈനസ് A0/m എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? m എന്ന് പറയുന്നത് ഈസ് എ ഡിവൈസർ ഓഫ് A0 അല്ലേ? ഇവിടെ m എന്തായിരുന്നു? ഒരു 0 കൂടെയാണ് അതിന്റെ. m is a 0 of this polynomial and that 0 must divide your constant term. കിട്ടിയോ? അത് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. ക്ലിയർ അല്ലേ?